ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഈസി വിത്ത് ഹോം. നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തയ്യൽ പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നേരിട്ട് തുണിയിൽ തുന്നി തുടങ്ങുകയാണോ? അല്ല. മെഷീൻ കൃത്യമായി നിയന്ത്രിക്കാനും നല്ല വടിവിൽ തുന്നാൻ കിട്ടാനും നമ്മൾ ആദ്യം പരിശീലിക്കേണ്ടത് പേപ്പറിലാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ തയ്യൽ പഠിക്കുന്ന തുടക്കക്കാർക്ക് തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട 4 തരം സ്റ്റിച്ചിങ് പരിശീലനത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നമ്മൾ പേപ്പറിൽ തുന്നി ശീലിക്കുമ്പോൾ മെഷീനിൽ നൂല് ഉപയോഗിക്കേണ്ടതില്ല. നൂലിടാതെ പേപ്പറിൽ സൂചി വീഴുമ്പോൾ ഉണ്ടാകുന്ന ആ ദോരങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ തുന്നൽ നേരെയാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആദ്യമായി നമുക്ക് നേർരേഖകൾ വരക്കാം. ഒരു A4 പേപ്പർ എടുക്കുക, അതിൽ നേരായിട്ടുള്ള കുറച്ച് രേഖകൾ വരച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് കർവുകളാണ് വരയ്ക്കുന്നത് കേട്ടോ, വളഞ്ഞ വരകൾ. ഇതും A4 പേപ്പറിൽ കുറച്ചധികം വരച്ച് വെക്കുക. അടുത്തതായിട്ട് സിഗ്സാഗ് രേഖകൾ കേട്ടോ, സിഗ്സാഗ് ലൈന്, വി ആകൃതിയുള്ള വരകളാണ് നമ്മൾ ഇതിൽ പർവ്വതം പോലെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ചതുരങ്ങൾ വരച്ച് അതിൻ്റെ മൂലകൾ സൂചി താഴ്ത്തി വെച്ച് പേപ്പർ തിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് നൂലിടാതെ പേപ്പറിൽ തയ്ച്ച് നോക്കാവുന്നതാണ് കേട്ടോ. ആദ്യം നമ്മൾ നേർരേഖകളാണ് കേട്ടോ, അതായത് സ്ട്രെയിറ്റ് ലൈൻസ് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. നമ്മൾ പേപ്പറിൽ കുറച്ച് വരച്ച് വെച്ചിട്ടുണ്ട് അല്ലേ. മെഷീൻ ഓടിക്കുകയാണ് കേട്ടോ, നൂലില്ലാതെ ഓടിക്കുക. ഇത് നമുക്ക് ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ മെഷീൻ ഒരേ വേഗതയിൽ സ്പീഡ് കൺട്രോൾ ഓടിക്കാനും തുന്നാൻ വളഞ്ഞു പോകാതെ നേരെ വരാനും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. തുടക്കക്കാർക്ക് മെഷീൻ പെട്ടെന്ന് സ്പീഡ് കൂടിപ്പോകുന്ന പേടിയുണ്ടാവും അല്ലേ, അത് ഇതിലൂടെ മാറിക്കിട്ടും. അപ്പോൾ ഇങ്ങനെ നമ്മൾ തയ്ച്ച് പഠിക്കുക സ്ട്രെയിറ്റ് ആയിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വരച്ചതിലൂടെ ഫുള്ളായിട്ട് നൂലിടാതെ ഇങ്ങനെ തയ്ച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് ആ ലൈനിലൂടെ തന്നെ തയ്ക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. സ്ട്രെയിറ്റ് ലൈന് ഫുള്ളായി ചെയ്തു കേട്ടോ. ഇനി നമ്മൾ അതൊന്ന് ഹോളൊന്ന് നോക്കാം അല്ലേ, എങ്ങനെയുണ്ട് എന്നുള്ളത്. കണ്ടില്ലേ, സ്ട്രെയിറ്റായിട്ട് ആ വരയിലൂടെ തന്നെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ എല്ലാ ലൈനിലൂടെയും നൂലിടാതെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് വളഞ്ഞ രേഖകളാണ് കേട്ടോ, കർവ് ലൈൻസ്. ഇതെങ്ങനെ ചെയ്യുക വെച്ചാൽ ഇതുപോലെ പേപ്പറിൽ നമ്മൾ വരച്ച് വെച്ചത് ഈ വരകളിലൂടെ തുന്നുക കേട്ടോ. ഇത് നമുക്ക് എന്തിനാണ് പഠിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചുരിദാറിൻ്റെയും ബ്ലൗസിൻ്റെയൊക്കെ നെക്ക് കഴുത്തുണ്ടല്ലോ, നെക്ക് ലൈനൊക്കെ, അതുപോലെ കഴുക്കുഴി, ആം ഹോള് എന്നിവ തുന്നുമ്പോൾ തുണി പതുക്കെ തിരിച്ചു കൊടുക്കേണ്ടി വരും അല്ലേ. അപ്പോൾ ആ വടിവുകൾ കൃത്യമായി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് പരിശീലിക്കുന്നത് അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരുപാട് കർവ് ലൈനുകൾ വരച്ചിട്ടുണ്ട്. അതിലൂടെ നമ്മൾ ഇതുപോലെ പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്യണം. അപ്പോഴേ നമുക്ക് ആ കറക്റ്റായിട്ട് ആ കർവ് ലൈനുകളിലൂടെ തയ്ച്ച് ഇങ്ങനെ നെക്കും ആംഹോളൊക്കെ തയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് നല്ല പെർഫെക്ഷനോട് കൂടി തയ്ക്കാൻ പറ്റും. അങ്ങനെ നമ്മളത് ഫുള്ളായിട്ട് തയ്ച്ചെടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ആ ഒരു വരകളിലൂടെ തന്നെ ഡോട്ട്സ് വന്നിട്ടുണ്ടല്ലേ. ആ കറക്റ്റായിട്ട് അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അടുത്തത് നമ്മൾ സിഗ്സാഗ് രേഖകളാണ് ചെയ്യുന്നത് കേട്ടോ, സിഗ്സാഗ് ലൈൻസ്. എങ്ങനെ ചെയ്യണം? ഇത് പർവ്വത നിരകൾ പോലെ കൂർത്ത, അതായത് വി ആകൃതിയിൽ അടുപ്പിച്ച് വരക്കാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ചെയ്തതിനുള്ള ഗുണങ്ങൾ എന്താ വെച്ചാൽ കോർണർ ഭാഗമൊക്കെ തുന്നുമ്പോൾ, അതായത് മൂലകളൊക്കെ തുന്നുന്നതിൻ്റെ കുറച്ചും കൂടി വേഗതയുള്ള പരിശീലനമാണിത്. അതായത് കൈയും കണ്ണും മെഷീനും തമ്മിലുള്ള ഏകോപനം വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും കേട്ടോ. ആ കോർണർ ഭാഗം എത്തുമ്പോൾ സൂചിയെ കുത്തി താഴ്ത്തി നിർത്തിയിട്ട് പിന്നെ നമ്മൾ വളച്ച് ഇങ്ങനെ തിരിച്ചു കൊടുത്തിട്ട് ആ ലൈനിലൂടെ കറക്റ്റായിട്ട് സൂചിയെ വീണ്ടും കുത്തി കൊടുക്കുക, വീണ്ടും ആ ലൈനിലൂടെ താഴോട്ട് വരിക. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. ഇതുപോലെ സിഗ്സാഗ് ലൈനുകൾ ഫുള്ളും നമ്മൾ ഇങ്ങനെ തയ്ച്ച് പൂർത്തിയാക്കുക. അടുത്തതായി നമ്മൾ ചെയ്യുന്നത് ഷാർപ്പ് കോർണേഴ്സാണ് കേട്ടോ, മൂലകൾ അഥവാ സ്ക്വയർ എന്ന് പറയാം. ഇതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ചതുരം വരക്കാണ് ചെയ്യുന്നത്. ഓരോ മൂലയിലെത്തുമ്പോഴും മെഷീൻ നിർത്തുക. പ്രധാന കാര്യം എന്ന് വെച്ചാൽ മൂലയിലെത്തുമ്പോൾ സൂചി പേപ്പറിൽ തന്നെ താഴ്ത്തി വെക്കണം. എന്നിട്ട് പ്രഷർ ഫൂട്ട് മെഷീൻ്റെ പാദം, അതായത് മെഷീൻ്റെ താഴെ ഭാഗം പൊക്കി പേപ്പർ തിരിക്കുക. വീണ്ടും പാദം താഴ്ത്തി തുന്നൽ തുടരുക കേട്ടോ. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ
പഠിക്കുന്നത് വെച്ചാൽ വസ്ത്രങ്ങളുടെ അരികുകൾ തുന്നുമ്പോഴും ഡിസൈനുകൾ ചെയ്യുമ്പോഴും മൂലകൾ കൃത്യമായിട്ട് കിട്ടാൻ ഇത് സഹായിക്കും കേട്ടോ. ഇത് നമ്മൾ പരിശീലിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അങ്ങനെ നമ്മൾ ഷാർപ്പ് കോർണറും ഫുള്ളായിട്ട് ഇതുപോലെ നൂലിടാതെ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ നോക്കൂ, കണ്ടില്ലേ, നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു ലൈനിലൂടെ തന്നെ ചെയ്ത് കഴിഞ്ഞു. അടുത്തതായി നമ്മൾ ക്ലോത്തിലാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇത് സൂചിയിൽ നൂലിട്ടുകൊണ്ടാണ് ചെയ്യുന്നത്. അതിനായിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ലൈനും കർവ് ലൈനും ഷാർപ്പ് ലൈനും ഒക്കെ വരച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് സൂചിയിൽ നൂല് കോർത്ത് തയ്ച്ച് തുടങ്ങാം കേട്ടോ. ആ ലൈനിലൂടെ തന്നെ തയ്ക്കാൻ ശ്രദ്ധിക്കുക. അങ്ങോട്ടോ ഇങ്ങോട്ടോ തെന്നിപ്പോകാതെ കറക്റ്റായിട്ട് സ്ട്രെയിറ്റായിട്ട് തന്നെ ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ സിഗ്സാഗ് രേഖകളാണ് കേട്ടോ തയ്ക്കുന്നത്. അത് നമ്മൾ ആ ഒരു പേപ്പറിൽ തയ്ച്ചതുപോലെ തന്നെ നൂലിട്ടിട്ടു ക്ലോത്തിൽ അതുപോലെ തയ്ച്ചെടുക്കുക. ഇനി നമ്മൾ കർവ് ലൈൻസാണ് ചെയ്യുന്നത്, വളഞ്ഞ രേഖകൾ കേട്ടോ. ഇത് നമ്മൾ വട്ടത്തിലുള്ള വരകളിലൂടെ തയ്ക്കുക. ഇത് നമ്മൾ പഠിച്ചെടുക്കുന്നത് അത്യാവശ്യമാണ്. കാരണം കഴുത്തുകളും കൈക്കുഴികളൊക്കെ തുന്നുമ്പോൾ നീറ്റായി കിട്ടാൻ ഇത് നമ്മളെ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റിച്ച് പ്രാക്ടീസ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കാം കേട്ടോ. ഇതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ പേപ്പർ തുന്നി ശീലിക്കുന്നത് വഴി മെഷീൻ നിയന്ത്രിക്കാനുള്ള പേടി മാറിക്കിട്ടും. നൂൽ പൊട്ടിപ്പോകുമെന്നോ തുണി ചുളിഞ്ഞു പോകുമെന്നോ ഉള്ള പേടിയില്ലാതെ നമുക്ക് മനസ്സിരുത്തി പഠിക്കാൻ ഇത് സഹായിക്കും. ഈ പരിശീലനം പൂർത്തിയാക്കിയാൽ നമുക്ക് ധൈര്യമായി തുണിയിൽ തുന്നി തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് കണ്ട ഈ 4 സ്റ്റെപ്പുകളും നേർരേഖ, വളഞ്ഞ രേഖ, മൂലകൾ, സിഗ്സാഗ് നിങ്ങൾ പേപ്പറിൽ നന്നായി പരിശീലിക്കുക. കൈകൾക്കും മെഷീനും നല്ല നിയന്ത്രണം കിട്ടുന്നത് വരെ ഇത് ആവർത്തിക്കുക കേട്ടോ. പിന്നെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. തയ്യൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ തയ്യൽ നിങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.